നമ്മൾ തൃശ്ശൂരിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. കുറച്ചു മുമ്പ് തൃശ്ശൂരിൽ നിന്ന് അമൽ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കുമ്മാട്ടികൾ, അതൊക്കെ തൃശ്ശൂരിന്റെ പ്രത്യേകതയാണ്, പുലിക്കളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുമ്മാട്ടികൾ ഒരുങ്ങിയിട്ടുണ്ട് ഓണത്തെ വരവേൽക്കാൻ. അപ്പൊ കുമ്മാട്ടികൾക്കൊപ്പമാണ് അമൽ സുരേന്ദ്രൻ എത്തിയിട്ടുള്ളത്. അമൽ, പറയൂ. അമലിനെ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ നല്ല ബഹളത്തിലാണ്, അതിൻ്റെ ഇടയിലാണ് അമൽ ഉള്ളതെന്ന് തോന്നുന്നു. അമൽ കേൾക്കാത്തൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ആ കുമ്മാട്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്, നഗരത്തിലാണെന്ന് തോന്നുന്നു. തൃശ്ശൂർ നഗരത്തിൽ കുമ്മാട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വലിയ ആഘോഷമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ഓണം എന്ന് പറഞ്ഞാൽ കുമ്മാട്ടി ഇല്ലാതെ മറ്റൊരു ആഘോഷമില്ല. ശിവഭൂതങ്ങൾ, ശിവന്റെ ഭൂതഗണങ്ങളെല്ലാം ഭക്തജനങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് ഈ കുമ്മാട്ടിക്കോലത്തിലുള്ള ഭൂതഗണങ്ങളെ അയച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്റെ പുറകിൽ കാണാവുന്നതാണ് ഈ കുമ്മാട്ടിക്കോലങ്ങൾ. ശിവന്റെ രൂപത്തിലായാലും കിരീട രൂപത്തിലായാലും ഹനുമാന്റെ വേഷത്തിലായാലും, അല്ലെങ്കിൽ പുറകിൽ കാണുന്നതാണ് തള്ള രൂപത്തിലുള്ള കുമ്മാട്ടി വേഷങ്ങൾ. തള്ള എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കോലം, ആ ഒരു മുത്തശ്ശിക്കോലമാണ്. ഈ തള്ള രൂപത്തിലുള്ള കുമ്മാട്ടിയാണ് കുമ്മാട്ടിയുടെ മുഖ്യ ആകർഷണം അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലെല്ലാം കൗങ്ങിൻ പാള കൊണ്ടായിരുന്നു ഈ ഒരു കുമ്മാട്ടിയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് കാലപ്പോക്കിൽ ഇത് തടി കൊണ്ടുള്ള ഒരു മുഖംമൂടിയായി മാറുകയായിരുന്നു. നമുക്ക് കാണുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഏകദേശം 4 കിലോയോളം ഭാരമുള്ള കിരീടങ്ങളാണ് ഇവരിപ്പോൾ അണിഞ്ഞിരിക്കുന്നത്. ഏതായാലും കുമ്മാട്ടി ഇല്ലാതെ തൃശ്ശൂരിന് മറ്റൊരു ആഘോഷമില്ല, ഓണമില്ല. ഓണത്തിന്റെ മാറ്റ് ഏകുന്ന നഗരപ്രദക്ഷിണം നടത്തുന്ന കുമ്മാട്ടിക്കോലങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തത്തിന് കൊടിയേറുന്നതാണ് കുമ്മാട്ടി ഉത്സവം. പിന്നീട് ഓണത്തിന്റെ ഭാഗമായി 3 ദിവസങ്ങൾ നഗരത്തിലും നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം ഈ കുമ്മാട്ടിക്കോലങ്ങൾ എത്തും. ആളുകളെ ആനന്ദിപ്പിക്കും, ജനങ്ങളുമായി സംസാരിക്കും, അവരുമായി ആശയവിനിമയം നടത്തും. പർപ്പടക പുല്ല്, ഈ കുമ്മാട്ടി വേഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പർപ്പടക പുല്ല്. പ്രത്യേക സുഗന്ധമുള്ള ഈ പർപ്പടക പുല്ല് ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് ബദൽ മാർഗങ്ങളും ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ തിരുവോണ നാളിൽ പർപ്പടക പുല്ലുള്ള കുമ്മാട്ടികൾ വരുമെന്നാണ് സംഘാടകർ അടക്കം പറയുന്നത്. ചേട്ടാ, കുമ്മാട്ടി ഇല്ലാതെ തൃശ്ശൂർകാർക്ക് എന്തോ ഓണം അല്ലേ? ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ 27ാമത്തെ വർഷമാണ് ഇപ്പോൾ കുമ്മാട്ടി നടത്തുന്നത്. പല വെറൈറ്റികളും എല്ലാ കൊല്ലം കൊണ്ടുവരും. ഇപ്രാവശ്യം നമ്മൾ പിന്നെ ട്രാൻസിന് നമ്മൾ എല്ലാ കൊല്ലം ഒരു അവസരം കൊടുക്കാറുണ്ട്. ഇപ്പൊ ട്രാൻസിന്റെ പരിപാടി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് കുമ്മാട്ടി ചെയ്യുന്നത് ഊരകത്താണ്. ഊരകം കുമ്മാട്ടി എന്ന് പറയുന്നത് 8 സംഘങ്ങളാണ്, നല്ല രീതിയിൽ ചെയ്യുന്നവരാ. അപ്പോൾ ഇപ്പൊ തൂപ്പുകളായിട്ടും കാര്യങ്ങൾ പർപ്പടപ്പുല്ലും നമ്മൾ നോക്കണില്ല. കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിന്റെ ലഭ്യത കുറവായതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. മഴയൊക്കെ കാരണമാണോ ഈ പുല്ല് കിട്ടാൻ ക്ഷാമം? തീർച്ചയായിട്ടും മഴ കൂടിക്കഴിഞ്ഞ പ്രശ്നമാണത്. തീർച്ചയായിട്ടും കുമ്മാട്ടിക്കോലങ്ങൾ തൃശ്ശൂരിൽ നടമാടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷത്തിന് അതിലും കൂടുതലുണ്ട് അല്ലേ? 75 വർഷം കഴിഞ്ഞു. 75 വർഷത്തിന് മുമ്പ് ഉണ്ട്. പക്ഷെ പാരമ്പര്യമായിട്ട് മരത്തിന്റെ ഇപ്പോൾ 200-250 വർഷമുള്ള മുഖങ്ങൾ കൊത്തിയിട്ടുള്ള തെക്കുമുറി ഉണ്ട്. അതുപോലെ ആവന്നൂര് കുമ്മാട്ടിക്ക് ഉണ്ട്. ഈ പൃഥ്വിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും പൃഥ്വി ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. നമ്മളിപ്പോൾ 27 വർഷമായി. 50 വർഷം എത്തിയവരുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന കുമ്മാട്ടി എന്ന് പറയുന്നത് തെക്കുമുറിയാണ്. കുമ്മാട്ടിയുടെ തറവാട് എന്നറിയപ്പെടുന്നത് കിഴക്കുംപാട്ടരിയാന്ന് പറയുന്നത്. പക്ഷെ എന്റെ അറിവില് എല്ലായിടത്തും പഴയ ആൾക്കാർ ഈ പരിപാടി നടത്തിയിരുന്നു. തള്ള പാട്ടും പാടിയിട്ട് എല്ലാ വീട്ടിലും കയറിയിരുന്നു. പക്ഷെ അതിനെ വേറൊരു വേർഷനിലേക്ക് കൊണ്ടുവന്നത് അവരാണ്. ഈ കുമ്മാട്ടിയുടെ പലതരത്തിലുള്ള സംഘങ്ങളും ഉണ്ട്. അപ്പൊ ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷനും ഉണ്ടോ? തീർച്ചയായിട്ടും സൗഹാർദ്ദപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള കോമ്പറ്റീഷൻ, അല്ലാതെ ആരോഗ്യപരമായിട്ടൊന്നും ഇല്ല. ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഓണത്തിന്റെ ഒരു കളർ നൽകുന്നത്. ഈ ഉത്രാടം നാളിൽ നമ്മുടെ കുമ്മാട്ടി വരുന്നുണ്ടായിരുന്നത് ആദ്യമായിട്ട്. അതുപോലെ കുമ്മാട്ടീനെ ഒരു പ്രൊസഷൻ രൂപത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്. വലിയൊരു ഘോഷയാത്ര പോലെ. കുമ്മാട്ടി പാട്ട് പാടാവോ? എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു കുമ്മാട്ടി പാട്ട് പാടാവോ? ഇപ്പൊ ഞങ്ങൾ ആ മൈൻഡിലല്ല. കാരണം കാലത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ ഇത് എത്തില്ല എന്നുള്ളൊരു ഇതാണ്. കാരണം ഇപ്പോഴും മഴക്കാര് നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഘോഷയാത്ര നാളെയും തുടരുന്നാൽ തീർച്ചയായിട്ടും ഇന്ന് തുടങ്ങി ഇനി പുലിക്കളി കഴിയണവരെ 8-ാം തീയതിയാണ് ഊരകത്തിന്റെ, അത് അവസാനിക്കണവരെ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കവർ ചെയ്യണം, ജനങ്ങൾക്ക് കാണിക്കണം കേട്ടോ. കുമ്മാട്ടി ഇല്ലാതെ തൃശ്ശൂർക്കാർക്ക് മറ്റൊരു ആഘോഷമില്ല. നമുക്ക് കാണാം, എൻ്റെ ചുറ്റിനും കാണുന്ന കുമ്മാട്ടി കോലങ്ങളെ കാണാം. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു കളർഫുൾ ഫീലാണ്. ഏതായാലും ഓണം എന്ന് പറയുന്ന ഒരു ദേശ ആഘോഷത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവരൊരു ഇവിടെ ഇല്ല, ഈ ഒരു ഉത്സവത്തിന്റെ ഒരു മേളത്തിന്റെ ഭാഗമായി ഇവർ ആർപ്പ വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ആർപ്പ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിരിക്കുന്നത്. നമുക്കൊരു ആർപ്പ വിളിച്ചാലോ? എല്ലാവർക്കും കൂടെ ചേർന്ന് ആയിക്കോട്ടെ. അങ്ങനെ ഒരു ആഘോഷ മൂഡിലാണ് ഇപ്പോൾ കുമ്മാട്ടിക്കോലങ്ങൾക്കിടയിൽ തൃശ്ശൂരത്തെ ജനങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർകാർക്ക് എല്ലാം പൂരമാണ്, എല്ലാ ഉത്സവങ്ങളും
പൂരം മൂഡിലാണ്. ആ മൂഡിൽ തന്നെ നിരവധിയായുള്ള കുമ്മാട്ടിക്കോലങ്ങൾ അതെ, കാണാൻ തൃശ്ശൂരുകാർക്ക് കുമ്മാട്ടി ഇല്ലാതെ ഓണമില്ല. അപ്പൊ ഉത്രാടപ്പാച്ചിലിനിടയ്ക്കുള്ള കുമ്മാട്ടികളെയാണ് നമ്മൾ അതിനിടയ്ക്ക് ഒരു നല്ലൊരു ആഘോഷ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പറയും എന്താണ് പൂരം മൂഡ് എന്ന് പറയും. ഇപ്പം ഓണപ്പൂരം മൂഡാണ് തൃശ്ശൂരിലാകെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.